ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്നവർക്ക് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് നോക്കിയിട്ട് മാറ്റാം. അതേപോലെ തന്നെ വാട്ടർ സർവീസ് വേണ്ടാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ജനറൽ സർവീസും ഓയിൽ ചേഞ്ചും മാത്രമാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നവർക്ക്. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കാരണം ആക്സിലേറ്റർ കേബിൾ നമുക്ക് BS6 വരുമ്പോൾ 2 കേബിൾ വരാം. അത് തന്നെ ഓൾറെഡി ഓരോ തുരുമ്പ്, അതായത് കേബിളിൻ്റെ ഇന്നറിൻ്റെ ഭാഗത്ത് തുരുമ്പ് വന്നിട്ട് ടൈറ്റ് കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ കാണിച്ചു തരാം. ഞാൻ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നല്ല ലൈനറാണ്. ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. അതേപോലെ ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റ്, ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറൊക്കെ പുതിയ ടയറാണ്. ആകെ 6000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. അപ്പോൾ ടയറൊക്കെ ഉപയോഗിക്കാനുണ്ട്. ടയർ പ്രഷർ ഇച്ചിരി കുറവുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് കമ്പനി ഫിൽറ്ററിൻ്റെ കിടക്കണേ, കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും. തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ക്ലച്ച് സൈഡ് നമ്മൾ ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി. ബെൽറ്റ് കമ്പനി ബെൽറ്റിൻ്റെ കിടക്കണേ, ഡാമേജ് ഒന്നുമില്ല, ഒരു അനക്കം പോലും പറ്റിയിട്ടില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ടൈപ്പ് റോളർ, അതൊക്കെ നോർമൽ രീതിയിലുള്ള തേമാനം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഒന്ന് നേരടിച്ച് ക്ലീനാക്കി ക്ലച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തില്ല. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ. ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. അത്യാവശ്യം കളർ ചേഞ്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ നമ്മളതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിളിൻ്റെ കേസ് പറഞ്ഞല്ലോ. ആക്സിലേറ്റർ കേബിൾ ഓൾറെഡി ടൈറ്റ് ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഈ ആക്സിലേറ്റർ ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അങ്ങനെ തന്നെ സ്റ്റക്കായി തുടങ്ങിയിട്ടുണ്ട്. അത് ഓൾറെഡി കംപ്ലയിൻറ്റിൻ്റെ ആരംഭമാണ്. അത് കൈയോടെ മാറ്റി കളയുകയാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മൾ ഈ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന കണ്ടീഷനിൽ വണ്ടി അങ്ങനെ മൂവ് ആവും. ആക്സിലേറ്റർ കൈ വിട്ടാൽ പോലും നമുക്കത് റിലീസ് ആവാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ നമ്മൾ തിരിച്ച് ബലം കൊടുത്ത് തിരിച്ച് അങ്ങോട്ടേക്ക് ആക്കേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ. ഓൾറെഡി കംപ്ലൈൻ്റാണ് കേബിള്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ കേബിൾ തുരുമ്പിട്ടാണ് കാണാൻ. അതിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പ് വന്നിട്ടാണ് ടൈറ്റ് ആയിരിക്കണം കേട്ടോ. ഓട്ടം കുറവാണ് വണ്ടിക്ക്. ഓട്ടം കുറവായിട്ടും ആകെ 6000 സംതിങ് ആയിട്ടുള്ളൂ. പക്ഷേ ഓൾറെഡി ക്ലച്ച് ആക്സിലേറ്ററിൻ്റെ കേബിൾ ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് കേബിൾ ഓർഡർ ഡിസ്കണക്ട് ചെയ്തിട്ട് ഫ്രീ പ്ലേ ആക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് മാറ്റിയിടണതാണ് ഏറ്റവും നല്ല മെത്തേഡ് കേട്ടോ. പിന്നെ ബാറ്ററിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി നമുക്ക് 12 വോൾട്ട് 4 ആമ്പിയർ ബാറ്ററിയാണ് വണ്ടിയുമ്പോൾ വരുന്നത് ബാറ്ററി. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിച്ചിട്ടുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.27 വരെ. അപ്പോൾ നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കണമുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ബാക്ക് വീൽ അഴിച്ചതിന് ശേഷം അപ്പോൾ അത് കംപ്ലീറ്റ് ബാക്ക് സൈഡ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് വീലും കൂടി അഴിക്കും. അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കും. അതിൻ്റെ ഉള്ളിൽ ലൈനർ ഒരേമോ പിന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ ഫ്രണ്ടും ബാക്ക് ടയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് ആക്കണം. പിന്നെ ഇൻഡിക്കേറ്റർ, ഹോണ്, സ്വിച്ച് ഐറ്റംസ്, ഹെഡ്ലൈറ്റ്, അതിൻ്റെ എല്ലാ ഇലക്ട്രിക്കൽ ഭാഗങ്ങളും കൂടി കൂട്ടത്തിൽ കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഓൾറെഡി നമുക്ക് സർവീസ് ഉള്ളത് കൊണ്ട് എല്ലാം തന്നെ നമ്മളെ കൂട്ടത്തിൽ കൂടെ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ വാഷിങ്ങിൻ്റെ കേസ് വേണ്ടെന്നാണ് പറഞ്ഞേക്കണേ. കാര്യമായിട്ടുള്ള അഴുക്കൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഈ ആക്സിലേറ്റർ കേബിളിൻ്റെ കേസ് ഒന്ന് മാറ്റുന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. കാരണം ഞാൻ ആക്സിലേറ്റർ 2 കേബിൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 600-650 രൂപ കേബിളിന് മാത്രം വരുന്നുണ്ട്. പിന്നെ നമുക്ക് കേബിൾ അഴിച്ച് മാറ്റണമെങ്കിൽ മറ്റേ ബോഡി ഫുള്ളായിട്ട് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ആണ് ഉണ്ട്. അപ്പോൾ അഡീഷണൽ ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കാണ് ഈ ആക്സിലേറ്റർ കേബിളൊക്കെ മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ലേബർ ചാർജിലും വ്യത്യാസം വരും. അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ ഇട്ടേക്കാം. ഇപ്പം നിലവിൽ നമ്മുടെ സർവീസിൻ്റെ ഒരു ജനറൽ സർവീസും ഓയിൽ ചേഞ്ചിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ അതിനകത്ത് പറയണേ കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓൾറെഡി നമ്മൾ എടുത്ത് പറയാൻ കാരണം ആക്സിലേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ഒന്നും ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലയിൻറ്റ് നമ്മൾ ശ്രദ്ധപ്പെടുത്തണമെന്നുള്ളൂ. നോക്കിയിട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം.